ഹലോ, നമസ്കാരം. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരുടെ ആത്മാക്കൾ അതെന്ത് ചെയ്യുന്നു, അവരുടെ അനുഭവങ്ങൾ എന്താണ്, ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവങ്ങളാണ് ഈ ആഴ്ചയിലെ ഡാർക്ക് മൂഡ്. അദ്ദേഹം ആത്മാക്കളെ വിളിച്ചു വരുത്താനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. എന്നോട് ചോദിച്ചു, ഏതെങ്കിലും ആത്മാക്കളെ വിളിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കങ്ങനെ ആരെയും വിളിച്ചു വരുത്താനില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, പ്രാർത്ഥിക്കുക, മനസ്സ് ശാന്തമാക്കാൻ പറഞ്ഞു. ആ മുറിയിൽ ഞാനും അദ്ദേഹവും നിശബ്ദനായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ ജപിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിലേക്ക് തണുപ്പ് ഇരച്ചു കയറുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ കയ്യിലിരുന്ന ഡിവൈസസ് എല്ലാം ആക്റ്റീവ് ആകാൻ തുടങ്ങി. ആ കോയിൻ സഞ്ചരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ഓരോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം കോയിനിൽ നിന്ന് കൈയെടുത്ത് നിശബ്ദനായി എന്നെ കുറച്ച് നേരം നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, കാരണം വന്നത് ഒരു ദുരാത്മാവാണ്, ഇത് നമുക്ക് രണ്ടുപേർക്കും ദോഷം ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സർ, ഇങ്ങനെ ഒരു ഓജോ ബോർഡ് വെച്ച് വിളിച്ചാൽ പ്രേതങ്ങൾ വരുമോ? വരും. അത് വിളിക്കേണ്ട പോലെ വിളിക്കണം. ചിലത് വന്നിട്ട് പോകാൻ പറഞ്ഞാൽ പോകില്ല, നമ്മളറിയാതെ നമ്മുടെ കൂടെ തന്നെ കാണും. സ്ഥിരം ഒരാത്മാവിനെ നമുക്ക് ഇതുവഴി വിളിച്ചു വരുത്താൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഭാവിയിൽ അത് ദോഷം ചെയ്യും. സ്ഥിരമായി വരുന്നവർ ചിലപ്പോൾ വിളിക്കാതെയും കയറി വരും. അത്തരം അവസരങ്ങളുണ്ടായാൽ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളുണ്ടാകും. അവരെ മറ്റുള്ളവർ സമീപിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഇത്തരം ആത്മാക്കൾ അനുവദിക്കില്ല. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്, ആഗ്രഹം പൂർത്തിയാകാതെ മരിച്ചവരാണ് ഇങ്ങനെ വരുന്നത്. അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ ഒരു ശരീരം വേണം. ചിലപ്പോഴൊക്കെ അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാറുമുണ്ട്.